ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇനി ഞങ്ങളുടെ തണ്ടുപാറയ്ക്കൽ എൻ്റെ ഉപ്പാൻ്റെ കുടുംബത്തിലെ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സമ്മാനത്തിനുള്ള ഒരു ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ അല്ലേ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിലൊന്നും ഉണ്ടാവാറില്ല, 2 വർഷം 3 വർഷം കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാവാറുള്ളത്. കാരണം ഒട്ടുമിക്ക ആളുകളും അബ്രോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുന്ന പല ടൈമുകളും നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വെക്കുന്നത്. ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ആപ്പാപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ 9 മണി തൊട്ടാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചെന്ന പാടെ അവിടെ ആരും എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. കുട്ടികളും തന്നെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഓരോ ഗെയിംസും കാര്യങ്ങളും ഡാൻസും പാട്ടിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി കേട്ടോ. 9 മണി എന്നുള്ള സമയം പിന്നെ 10 മണിയായി 11 മണിയായി. എല്ലാവരും വന്ന് തുടങ്ങിയപ്പോൾ 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല കൃത്യനിഷ്ഠയുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ പാട്ടും ഡാൻസിലൂടെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഊഴം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടായിരുന്നു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിറിക്സും കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. എല്ലാം തോന്നിയ മാതിരിയായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെ ഗെയിമിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെയൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഓരോ ഗെയിംസിന് വേണ്ടിയിട്ടും. ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കുട്ടികളായിരുന്നു കേട്ടോ ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രായത്തിലുള്ള കുട്ടികളും അത്യാവശ്യം ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു തർക്കമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഒരുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ ഓരോ ഗെയിംസിനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ കുറച്ച് ഗെയിം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഭക്ഷണത്തിൻ്റെ ഉയർത്തി കേട്ടോ. കുട്ടികളൊക്കെ ഗെയിം കളിച്ച് ക്ഷീണിച്ചതുകൊണ്ടാണെന്നറിയില്ല, എല്ലാവരും നല്ല പൂളിംഗ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത്. ഒരാൾ ഇതേ ഇവിടെ കുട്ടി കൊടുക്കുക എന്നുള്ള പേരിൽ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് മുന്നിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുന്നും കുറേ കുസൃതി ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഞാൻ കാണാതെ എൻ്റെ മോൻ അതൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവൻ്റെ കയ്യിൽ സുലഭമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളുടെ എല്ലാവരുടെയും ഒരു കസേരക്കളിയായിരുന്നു. കുട്ടികളുടെ മാത്രമായിരുന്നില്ല കേട്ടോ ഗെയിം, വലിയവരുടെ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആ ഗെയിം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗെയിം കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു കേട്ടോ. അത് ബോയ്സും ഗേൾസും ഒരുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളിയായിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളെപ്പോലുള്ളവരും ഈ കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടുമ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ അവസാന മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഓരോ ഫാമിലിക്കും ഓരോ മൊമെൻ്റ് വെച്ചിട്ട് നമ്മുടെ എല്ലാ ഫോട്ടോസും പേരും വെച്ചിട്ട് നമുക്കൊക്കെ ഒരു ഓർമ്മക്കായിട്ട് ഒരു മൊമെൻ്റ് കൂടി ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ മതിമറന്ന് സന്തോഷിച്ചൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൂടെ കൈമാറിയിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞതിന് ശേഷം അവസാനമായിട്ട് എല്ലാവരും ഒരു ഫോട്ടോ പോസോട് കൂടിയിട്ട് ഈ ഒരു സംഗമത്തിന് വിരാമം കുറിച്ചിട്ടുണ്ടായിരുന്നേ. തണ്ടുപാറയ്ക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് പേര് നാട്ടിലില്ലാത്തവരുണ്ട്.